അതിമനോഹരമായ വീടുകൾ. കേരളത്തിലെവിടെയും ഇത്തരത്തിലുള്ള മനോഹരമായ വീടുകൾ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് നിർമ്മിക്കാൻ സമീപിക്കുക. ലെജൻഡ് റോയൽ ഇൻഫ്ര, പനമ്പിള്ളി നഗർ, കൊച്ചി. വീടുകളും കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളും ആശുപത്രികളും ഹോട്ടലുകളും റിസോർട്ടുകളുമായി നിങ്ങൾക്ക് നിർമ്മിക്കേണ്ട കെട്ടിടങ്ങൾ ഏതുമാകട്ടെ, അവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും ഇന്റീരിയർ ലാൻഡ്സ്കേപ്പ് വർക്കുകളും ടേൺ കീ പ്രൊജക്റ്റായി ഏറ്റെടുത്ത് നടത്തിത്തരുന്ന അതീവ വിശ്വസ്തമായ സ്ഥാപനം. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾ അതെത്ര ചെറുതോ വലുതോ ആകട്ടെ, കേരളത്തിൽ എവിടെയും അവ നിർമ്മിച്ചു തരാനായി ഇപ്പോൾ തന്നെ വിളിക്കുക. ലെജൻഡ് റോയൽ ഇൻഫ്ര. ഫോൺ 9495985415. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495985415. ലെജൻഡ് റോയൽ ഇൻഫ്ര, യുവർ റിലയബിൾ ആർക്കിടെക്ട്. സ്വന്തം വീട് മറ്റുള്ളവരുടെ വീടുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നാം. അതുകൊണ്ടാണ് വ്യത്യസ്തമായ ആർക്കിടെക്ചർ ശൈലികളിലുള്ള വീടൊരുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ ശൈലിയിൽ വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി പല ആർക്കിടെക്ചർ ശൈലികളിലുള്ള വീടുകൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വാസ്തുപരമ്പരയിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അവതരിപ്പിച്ചത് ഒരു കണ്ടംപററി സ്റ്റൈൽ വില്ലയാണ്. അതിനു മുമ്പത്തെ എപ്പിസോഡിൽ ഒരു വിക്ടോറിയൻ സ്റ്റൈൽ വില്ലയും അതിനു മുമ്പായി ഒരു അമേരിക്കൻ സ്റ്റൈൽ വില്ലയും ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഈ ആഴ്ച ഞങ്ങൾ അവതരിപ്പിക്കുന്നതാവട്ടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ സ്റ്റൈൽ ആർക്കിടെക്ചർ അനുസരിച്ച് നിർമ്മിച്ച ഒരു വില്ലയാണ്. നോക്കൂ, ഇതാണ് ആ വില്ല. എറണാകുളം ജില്ലയിലെ വെണ്ണലയിലാണ് ഈ വീട്. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറും കെൻ കൺസ്ട്രക്ഷൻസിൻ്റെ ചെയർമാനുമായ ശ്രീ TP വിനയൻ്റേതാണ് ഈ വില്ല. ഈ വീടിൻ്റെ നിർമ്മാണ രീതിയും ആർക്കിടെക്ചറൽ മേന്മയും തുറന്നു കാണും. കൊച്ചി നഗരത്തിലെ വെണ്ണലയിലുള്ള മനോഹരമായൊരു ഗൃഹനിർമ്മിതിയാണിത്. കേരളത്തിന്റെ പാരമ്പര്യ ഗൃഹനിർമ്മാണ രീതി അനുസരിച്ച് നിർമ്മിച്ച ഒരു വീട്. കേരളത്തിന്റെ ട്രഡീഷണൽ ആർക്കിടെക്ചറിന്റെ ഒട്ടേറെ എലമെന്റുകൾ ഈ വീടിനുണ്ട്. സ്ലോപ്പിംഗ് സ്റ്റൈലിൽ നിർമ്മിച്ച ടൈൽസ് റൂഫ്, വലിയ പൂമുഖം, നീണ്ട മുൻവരാന്ത, വരാന്തയോട് ചേർന്ന് നിർമ്മിച്ച അരഭിത്തി, അരഭിത്തിയിൽ ഉറപ്പിച്ച ഒട്ടേറെ ഉരുളൻ തൂണുകൾ എന്നിങ്ങനെ എക്സ്റ്റീരിയറിൽ തന്നെ ദൃശ്യമാകുന്നുണ്ട് കേരളത്തിന്റെ ട്രഡീഷണൽ ആർക്കിടെക്ചറിന്റെ നിരവധി ശൈലികൾ. മണിച്ചിത്രത്താഴ് ശൈലിയിലുള്ള ഈ എൻട്രി ഡോറും കേരളത്തിന്റെ പാരമ്പര്യ വാസ്തുശൈലിയെ ഓർമ്മിപ്പിക്കും. ഈ വാതിൽ തുറക്കുമ്പോൾ കാണുന്നതും പാരമ്പര്യ വാസ്തുശൈലിയുടെ കുറെ എലമെന്റുകളാണ്. മനോഹരമായ ഈ നടുമുറ്റം, നടുമുറ്റത്തിന് ചുറ്റുമായി നൽകിയ ചാരുപടികളോട് കൂടിയ വുഡൻ സീറ്റിംഗ്, സീലിംഗിന് നൽകിയ വുഡൻ പാനലിംഗ് എന്നിവ ഓർമ്മിപ്പിക്കുന്നതും ട്രഡീഷണൽ ആർക്കിടെക്ചർ ശൈലിയാണ്. ഈ നടുമുറ്റത്തിന് 4 ചുറ്റുമായി വരാന്ത പോലെ ഒരുക്കിയ ഓപ്പൺ സ്പേസ് ആണ്. അതിലൊരു ഭാഗത്ത് ഫോർമൽ ലിവിംഗ് സ്പേസ് ആണ്, മറ്റൊരു ഭാഗത്ത് ഈ ഫോർമൽ ഡൈനിങ് സ്പേസും. ഡൈനിങ് സ്പേസിനരികെയുള്ള ഈ വാതിലിനപ്പുറം പ്രത്യേക മുറിയായി ഒരുക്കിയ കിച്ചണാണ്. ഐലൻഡ് ഷേപ്പിൽ ഒരുക്കിയ ഒരു മോഡേൺ കിച്ചൺ. നടുമുറ്റത്തിന്റെ മറ്റൊരു ഭാഗത്ത് സ്റ്റെയർകേസ് ആണ്. അതിനരികെ വീടിന്റെ കന്നിമൂലയിലായി ഈ മാസ്റ്റർ ബെഡ്റൂം, അതിന് തൊട്ടപ്പുറത്തായി ഈ ഗസ്റ്റ് ബെഡ്റൂം എന്നീ സൗകര്യങ്ങൾ കൂടിയുണ്ട് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ. ഇവിടുത്തെ ശേഷിക്കുന്ന സൗകര്യങ്ങൾ മുകൾ നിലയിലാണ്. നടുമുറ്റത്തിന്റെ ഓപ്പണിങ്ങിന് ചുറ്റുമായി വരാന്ത പോലുള്ള ഓപ്പൺ സ്പേസ് തന്നെയാണ് മുകൾ നിലയിലുമുള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയായും ഫാമിലി ഗെറ്റ് ടുഗദറിനുള്ള വേദിയായും ഉപയോഗിക്കാവുന്ന ഒരു ഓപ്പൺ ഏരിയ. 2 കിടപ്പറകൾ കൂടിയുണ്ട് മുകൾ നിലയിൽ. ഒന്ന് ഇതാണ്, ഇത് രണ്ടാമത്തേതും. വീടിന്റെ എക്സ്റ്റീരിയറിൽ കാണുന്ന ഈ മുഖപ്പിനുള്ളിലായി ഒരു ജിംനേഷ്യം കൂടിയുണ്ട് ഈ വീട്ടിൽ. ഇങ്ങനെ
എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും ധാരാളമായി ട്രഡീഷണൽ ആർക്കിടെക്ചർ എലമെന്റുകളുള്ള ഒരു വീടാണിത്. ട്രഡീഷണൽ സ്റ്റൈലിൽ നിർമ്മിച്ചതിനൊപ്പം ആധുനിക വീടുകളുടെ ഒട്ടേറെ സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരുക്കിയ ഒരു വീട്. കണ്ടല്ലോ, ട്രഡീഷണൽ കേരള ആർക്കിടെക്ചർ ശൈലിയിലുള്ള ഒരു വീട്. പഴയ മട്ടിലുള്ളതാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ പാറ്റേൺ. ഈ വീടിൻ്റെ പ്രത്യേകതകളെപ്പറ്റി ആർക്കിടെക്ട് ശ്രീ സുബിൻ സുരേന്ദ്രൻ നൽകുന്ന വിശദീകരണം കേൾക്കുക. ഇത് അടുത്ത കാലത്ത് നിർമ്മിച്ചൊരു വീടാണ്. പക്ഷേ ഇതിൻ്റെ രൂപകൽപ്പനയും എക്സ്റ്റീരിയർ വ്യൂ എല്ലാം നോക്കുകയാണെങ്കിൽ ഇത് പഴയ കാലത്ത് നിർമ്മിച്ചൊരു വീടായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയും. അപ്പം ഇത് നിർമ്മിച്ചിരിക്കുന്ന രീതി നോക്കുകയാണെങ്കിൽ ഒരു നടുമുറ്റം പ്ലേസ് ചെയ്തിട്ട് അതിന് ചുറ്റിനും വരുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പഴയ കാലത്തെ ആർക്കിടെക്ചറുമായിട്ട് സാദൃശ്യം ചെല്ലുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് പഴയ കാലത്തെ എല്ലാ എലമെൻസും ഇതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പൂമുഖം, വരാന്ത, പിന്നെ നടുമുറ്റം, സ്ലോപ്പിംഗ് റൂഫ്, ആ പാറ്റേൺസ് എല്ലാം ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ടോട്ടലി ഒരു മോഡേൺ ആർക്കിടെക്ചറിന് യോജിച്ച രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെന്ന് വെച്ചാൽ ഇത് പഴയ കാലത്തെ ട്രഡീഷണൽ ആർക്കിടെക്ചറും പിന്നെ മോഡേൺ ആർക്കിടെക്ചറും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. പണ്ട് കാലത്ത് നാലുകെട്ട് നിർമ്മിച്ചിരിക്കുന്നത് സിംഗിൾ സ്റ്റോറി വീടായിട്ടായിരിക്കും. പക്ഷേ ഇത് നിർമ്മിച്ചിരിക്കുന്നത് നാലുകെട്ടാണെങ്കിൽ കൂടിയും ഒരു ഡബിൾ സ്റ്റോറി വീട് എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ലാൻഡിന് സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ലാൻഡ് ലാവിഷായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു 10 സെൻറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പം ലാൻഡ് സ്കേഴ്സിറ്റി കൂടിയിരിക്കുന്ന സമയമാണ്. അപ്പം സിറ്റിയിലൊക്കെ ആണെങ്കിൽ ലാൻഡിന് വാല്യൂ എല്ലാം കൂടിയിരിക്കുന്നതുകൊണ്ട് മാക്സിമം ലാൻഡ് ഏരിയ കുറയ്ക്കുക എന്നുള്ള കൺസെപ്റ്റിലാണ് മിക്കവരും പോകുന്നത്. അപ്പോൾ ഇതൊരു 10 സെൻറ്റ്സ് പ്ലോട്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു നാലുകെട്ട് എന്നുള്ള കൺസെപ്റ്റിൽ 2 നിലയിലായിട്ടാണ് ഈ നാലുകെട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ ട്രഡീഷണൽ ആർക്കിടെക്ചറിന്റെ എലമെന്റ് ഈ വീട്ടിൽ ഏറ്റവും അധികം പ്രകടമായി കാണാവുന്നത് ഇതിന്റെ റൂഫിംഗ് പാറ്റേണിലാണ്. ഇരുനിലയായി നിർമ്മിച്ച വീടാണിത്. സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ ആണ് വീടിന് നൽകിയിരിക്കുന്നത്. അതുതന്നെ മേച്ചിലോട് മേഞ്ഞൊരുക്കിയതും. ഈ റൂഫിംഗ് പാറ്റേൺ നമ്മുടെ ക്ലൈമറ്റിക്കൽ കണ്ടീഷന് ഏറെ യോജിക്കുന്നതാണ്. നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 6 മാസം കനത്ത മഴയും 6 മാസം വെയിലും ലഭിക്കുന്ന ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനാണ് നമ്മുടേത്. പിന്നെ അതുകൂടാണ്ട് മഴ തോർന്നിരിക്കുന്ന സമയത്ത് കനത്ത വെയിൽ ലഭിക്കുന്ന ഒരു ക്ലൈമറ്റ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിക് കണ്ടീഷന് യോജിച്ച രീതിയിലുള്ള ഒരു റൂഫിംഗ് പാറ്റേൺ എന്ന് വെച്ചാൽ സ്ലോപ്പിംഗ് റൂഫാണ്. ഈ സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ വേണമെങ്കിൽ 3 രീതിയിൽ ചെയ്യാം. ഓട് മേഞ്ഞിട്ട്, ഓല മേഞ്ഞിട്ട്, വൈക്കോൽ മേഞ്ഞിട്ട് എല്ലാം ചെയ്യാം. അപ്പോൾ പാരമ്പര്യ ശൈലിയിലെല്ലാം ഈ രീതിയിലാണ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ സ്റ്റൈൽ വീടായിരുന്നുകൊണ്ട് ഇതിൽ ഓട് മേഞ്ഞിട്ടുള്ളൊരു വീടായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷന് സ്യൂട്ടബിളായിട്ട് എല്ലാ രീതിയിലുള്ള ക്ലൈമറ്റും പ്രൊട്ടക്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ റൂഫിംഗ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. പാരമ്പര്യ വാസ്തുശൈലി അനുസരിച്ചൊരുക്കിയ ഈ വീട്ടിൽ അത്തരത്തിലുള്ള മറ്റൊരു എലമെന്റാണ് ഇത്. നല്ലൊരു പൂമുഖം, സോപാന ശൈലിയിലുള്ള പടിക്കെട്ടുകൾ, അതിനപ്പുറം പഴയകാല വീടുകളിലേതുപോലെയുള്ള ടി ഷേപ്പ് ശൈലിയിലുള്ള വരാന്ത എന്ന മട്ടിലാണ് ഇതിന്റെ മുൻഭാഗ രൂപകൽപ്പന. വരാന്തയുടെ നടുഭാഗം എക്സ്റ്റെൻഡ് ചെയ്താണ് പൂമുഖം ഒരുക്കിയിരിക്കുന്നത്. പൂമുഖത്തിന്റെ ഇരുവശത്തും വരാന്തയുടെ അരികിലുമായി അരഭിത്തി പോലെ ഇൻബിൽറ്റ് സീറ്റിംഗും ഒരുക്കിയിട്ടുണ്ട്. അരഭിത്തിയിലുടനീളം ഉരുളൻ ശൈലിയിലുള്ള തൂണുകളുമുണ്ട്. ട്രഡീഷണൽ സ്റ്റൈൽ വീട് ചെയ്യുമ്പോൾ പ്രധാനമായ എലമെൻസാണ് പൂമുഖവും വരാന്തയിലുള്ള തൂണുകളും. ഇപ്പോൾ ഇതൊരു ട്രഡീഷണൽ സ്റ്റൈൽ വീടായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് പൂമുഖവും വരാന്തയെല്ലാം നൽകിയിരിക്കുന്നു. പണ്ട് കാലത്ത് ഈ പൂമുഖം എന്നുള്ള ഏരിയ ഒരു ഫോമൽ ലിവിങ് സ്പേസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. കാരണം പണ്ട് കാലത്ത് 4 കെട്ടായിരിക്കും കൂടുതലും വീടുകൾ. അപ്പം 4 കെട്ടിൻ്റെ 4 സൈഡിലുമായിട്ട് തെക്കിനി, വടക്കിനി, പടിഞ്ഞാറ്റിനി, കിഴക്കിനി എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോമൽ ലിവിങ് സ്പേസ് എന്നുള്ളൊരു ഏരിയ നമുക്ക് ഇൻസൈഡിൽ ലഭിക്കാൻ സാധിക്കില്ല. അപ്പം അതൊരു പൂമുഖം എന്നുള്ള ഏരിയയിലാണ് ഫോമൽ ലിവിങ് സ്പേസ് ആയിട്ട് അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. പൂമുഖത്താണ് ഗസ്റ്റുകളെല്ലാം വരുമ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടെയാണ് അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെ പക്ഷേ ഒരു ഫോമൽ ലിവിങ് സ്പേസ് നമുക്ക് ഇൻസൈഡിലുണ്ടെങ്കിൽ പോലും ഇത് ഒരു പഴയ കാലത്ത് ട്രഡീഷണൽ സ്റ്റൈൽ ഒരു വീടായിട്ട് നിർമ്മിച്ചേക്കുന്നതുകൊണ്ട് പൂമുഖവും വരാന്തയെല്ലാം അതിന് നൽകിയിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കും. പാരമ്പര്യ ശൈലിയിലുള്ള വീടുകൾ രീതിയിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ ചെയ്തിരിക്കുന്നത്.
പക്ഷേ ഇതിൻ്റെ ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇതിൻ്റെ ഒരു കിച്ചൺ. ഇതിൻ്റെ കിച്ചൺ ട്രീറ്റ് ചെയ്തേക്കുന്ന ഐലൻഡ് കിച്ചൺ എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. ചിമ്മിണി ഹോബും എല്ലാം സെൻട്രലൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള വാൾ ക്യാബിനറ്റ്സ് എല്ലാം അതിൻ്റെ ചുറ്റിനും വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇതൊരു ട്രഡീഷണൽ സ്റ്റൈൽ വീടിൻ്റെ ആംബിയൻസ് നിലനിർത്തിക്കൊണ്ട് മോഡേൺ എക്യുപ്മെൻറ്റ്സും ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഇതിൻ്റെ കിച്ചൺ പൊസിഷൻ ചെയ്തിരിക്കുന്നത് വാസ്തു വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള പൊസിഷനിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ട്രഡീഷണൽ സ്റ്റൈൽ വീടാണെങ്കിൽ കൂടിയും എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇതിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. 5000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളതാണ് ഈ വീട്. 4 കിടപ്പുമുറികൾ അടിസ്ഥാന സൗകര്യമാക്കിയാണ് ഇതിന്റെ നിർമ്മാണം. കിടപ്പുമുറികളിൽ 2 എണ്ണം താഴത്തെ നിലയിലും 2 എണ്ണം മുകൾ നിലയിലുമാണ്. താഴെയുള്ള കിടപ്പുമുറികളിൽ ഒന്നിതാണ്. മാസ്റ്റർ ബെഡ്റൂമാണിത്. യെല്ലോ കളർ തീം നൽകിയാണ് ഫർണിഷിംഗ്. മെത്ത, ചുമർ, ജാലകവിരി ഒക്കെയും യെല്ലോ ഒരു വീട്. പക്ഷേ അകത്ത് നിറയെ ആധുനിക സജ്ജീകരണങ്ങൾ. ഈ വീടിന്റെ പ്ലസ് പോയിന്റ് അതാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ നോക്കുകയാണെങ്കിൽ പാരമ്പര്യ ശൈലി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് സ്ലോപ്പിംഗ് റൂഫ് എല്ലാം വരുന്ന രീതിയിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലുള്ള മോഡേൺ ഫെസിലിറ്റീസും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പാരമ്പര്യ ശൈലിയും പിന്നെ കൂടാണ്ട് എല്ലാ രീതിയിലുള്ള മോഡേൺ ഫെസിലിറ്റീസും എല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടലി ഒരു ഐഡിയൽ ഹോം എന്ന് വേണമെങ്കിൽ ഈ വീടിന് പറയാം. അപ്പം നമ്മുടെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനും നമ്മുടെ ഒരു ജീവിത രീതിക്കും എല്ലാം യോജിച്ച രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് വാസ്തുവും കൂടി നമ്മൾ കേരള വാസ്തു കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ടോട്ടലി ഇതൊരു ഐഡിയൽ ഹോമാണ്. കാരണം ഇതുപോലെ നമ്മുടെ വീട് നിർമ്മിക്കുമ്പോൾ ടോട്ടലി നോക്കേണ്ടത് ഇതുപോലത്തെ ഒരു വീട് നിർമ്മിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിന് തനതായുള്ള പാരമ്പര്യ വാസ്തുശൈലി കൈവിടാതെ തന്നെ പുതിയ കാലത്തിന്റെ സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി എങ്ങനെ ഇന്നും നല്ലൊരു വീട് ഒരുക്കാമെന്നതിന് ഉദാഹരണമാണ് ഈ വീട്. അതാണ് ഈ വീടിനെ മികച്ചൊരു വാസ്തു നിർമ്മിതിയാക്കി മാറ്റുന്നതും.